ആശങ്ക വർദ്ധിപ്പിച്ച് നെയ്യാർ ഡാം റിസർവോയറിൽ വീണ്ടും മത്സ്യങ്ങൾ ചത്തുപൊങ്ങുന്നു. നദിയിലെ വെള്ളത്തിൽ നിന്ന് രൂക്ഷമായ ദുർഗന്ധം വമിക്കുന്നതും ജനങ്ങളെ പരിഭ്രാന്തരാക്കുകയാണ്. വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ ശാസ്ത്രീയ പരിശോധന വേണമെന്നാണ് ആവശ്യം. മീൻ ചത്തുപൊങ്ങുന്നത് ഫംഗൽ ഇൻഫെക്ഷൻ മൂലം എന്നാണ് ഫിഷറീസ് വകുപ്പിന്റെ വിശദീകരണം. ഏതാണ്ട് ഒരു മാസത്തോളമായി നെയ്യാർ ഡാമിന്റെ റിസർവോയറിൽ മത്സ്യങ്ങൾ ചത്തുപൊങ്ങാൻ തുടങ്ങിയിട്ട്. മായം, പന്ത, നെയ്യാർ ഡാം, ഉത്തരകയം, അണമുഖം, കൊമ്പ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങുന്നത്. മീൻ ചത്തുപൊങ്ങുന്നത് ഫംഗൽ ഇൻഫെക്ഷൻ മൂലമെന്നാണ് ഫിഷറീസ് വകുപ്പ് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത്. എന്നാൽ പരിശോധന നടത്തിയതിനപ്പുറത്തേക്ക് കാര്യമായ നടപടികൾ ഉണ്ടാകുന്നില്ലെന്നതാണ് പ്രദേശവാസികളുടെ പക്ഷം. വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ ശാസ്ത്രീയ പരിശോധന നടത്തി ആശങ്ക അകറ്റണമെന്നാണ് ആവശ്യമുയരുന്നത്. ഇത് ഫോറസ്റ്റിന്റെയും ഇറിഗേഷന്റെയും വാട്ടർ അതോറിറ്റി ഇവർ 3 പേരും ഇതിനെക്കുറിച്ച് ശക്തമായിട്ടൊരു ഇടപെടൽ നടത്താത്തതിൻ്റെ ഒരു പ്രശ്നം കൂടി ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തിനായാലും എത്രയും പെട്ടെന്ന് ഈ വകുപ്പ് തല അല്ലെങ്കിൽ ഇതിൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ടുള്ള ഫോറസ്റ്റിൻ്റെയും ഇറിഗേഷൻ്റെയും വാട്ടർ അതോറിറ്റിയുടെ ആൾക്കാർ അടിയന്തരമായി തന്നെ ഇടപെട്ട് ഇതെന്താണെന്നുള്ളതൊരു അന്വേഷണം നടത്തുകയും ഈ പ്രദേശത്തെ ഇത്തരത്തിലുള്ള ആശങ്കയുള്ള ജനങ്ങളുടെ ആശങ്ക മാറ്റാനും തയ്യാറാണെന്നാണ് വലിയൊരു അഭ്യർത്ഥനയാണ് എനിക്കുള്ളത്. നദിയിലെ വെള്ളത്തിൽ നിന്ന് രൂക്ഷമായ ദുർഗന്ധം വമിക്കുന്നതും ജനങ്ങളെ ആശങ്കയിലാഴ്ത്തുന്നു. വെള്ളത്തിൽ പോലും തൊടാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇപ്പോൾ രൂക്ഷമായിട്ടുള്ള ഗന്ധമാണ്. എന്താണ് കാരണം എന്നറിയില്ല. നമ്മൾക്ക് ഇവിടെ കൂടി നമ്മൾ വണ്ടി ഈ ഇടുങ്ങിയ പാലം വഴി വൈകി പോകുമ്പോൾ തന്നെ ഇതിൻ്റെ രൂക്ഷമായിട്ടുള്ള ഗന്ധം വന്ന് ഭവിക്കുന്നുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതിൻ്റെ ഒരു കാരണം കണ്ടെത്തി ഇത് ഈ ഒരു പ്രശ്നം പരിഹരിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നെയ്യാർ ഡാമിൽ നിന്നുള്ള ജലമാണ് പാറശാല, നെയ്യാറ്റിൻകര, കാട്ടാക്കട മേഖലകളിലെ ജനങ്ങൾ കുടിക്കുവാനും കൃഷിക്കും വ്യാപകമായി ഉപയോഗിക്കുന്നത്. അതേസമയം മഴ ലഭിച്ചതിനു ശേഷം ചൂട് കൂടിയതാണ് ഫംഗസ് ഉണ്ടാകാൻ കാരണമെന്ന് ഫിഷറീസ് വകുപ്പ് പറയുന്നു. വിവിധ പ്രദേശങ്ങളിൽ നിന്നടക്കം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഒഴുകിയെത്തുന്നതും ഡാം റിസർവോയറിലെ ജലം മലിനമാക്കുന്നുണ്ട്. ജനം, തിരുവനന്തപുരം.